പിറ്റേന്ന് രാവിലെ നിദ്ര ഉറക്കമുണർന്നപ്പോഴേക്കും സമയം 8 മണി കഴിഞ്ഞിരുന്നു. രാത്രി ഏറെ വൈകിയാണ് അവൾ ഉറങ്ങിയത്. നിദ്ര കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഇന്നലെ രാത്രി ഒരുപാട് കരഞ്ഞിട്ടാവണം അവളുടെ കൺതടങ്ങളൊക്കെ വീർത്തിട്ടുണ്ട്. തലേ ദിവസം ഷോൺ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഒന്നുകൂടെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. കുറച്ചുനേരം അവൾ കണ്ണാടിക്ക് മുന്നിൽ അതുപോലെ നിന്നു. പിന്നീട് എന്തോ മനസ്സിലുറപ്പിച്ചു പേസ്റ്റും ബ്രഷും തോർത്തും എടുത്ത് മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അടുക്കള ഭാഗത്തെ വരാന്തയോട് ചേർന്നുള്ള വാഷ്റൂമിലേക്ക് നടക്കുമ്പോൾ മാധവി അടുക്കളയിൽ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. നിധി ഫോൺ നോക്കിക്കൊണ്ട് അമ്മ ചുട്ടെടുക്കുന്ന ദോശ കഴിക്കുന്നുമുണ്ട്. നിദ്രയുടെ വരവ് കണ്ടതും ഇപ്പോഴാ എഴുന്നേൽക്കുന്നേ എന്ന ഭാവത്തോടെ നിധി അവളെ ഒന്ന് നോക്കി. എൻ്റെ നിത്തു എന്തുറക്കായത്, 4-5 ദിവസം കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട പെണ്ണ. നിന്റെ ഈ സ്വഭാവം വെച്ച് അങ്ങോട്ട് ചെന്നാലേ അവർ വളർത്തു ദോഷമെന്ന് പറഞ്ഞേ എന്നെ കുറ്റപ്പെടുത്തുള്ളൂ. നാളെ തൊട്ടേ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം. മാധവി സ്നേഹത്തോടെ മകളെ ശാസിച്ചു. അമ്മ, എനിക്ക് ഈ വിവാഹം വേണ്ട. നിദ്രയുടെ ഈ പറച്ചിൽ കേട്ടുകൊണ്ടാണ് നിഖിൽ അങ്ങോട്ട് വരുന്നത്. നീ എന്താ നിത്തു ഇപ്പോൾ പറഞ്ഞത്? നിഖിലാണത് ചോദിച്ചത്. അത് പിന്നെ ഏട്ടാ, എനിക്ക് അയാളെ വിവാഹം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിനക്കെന്താ നിത്തു, ഭ്രാന്താണോ? വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയും കഴിയാറായി. അപ്പോഴാണ് അവളുടെ ഒരു തമാശ പറച്ചിൽ. മാധവി അവളെ ശാസിച്ചു. എനിക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. എടി, നിനക്കിതിരി കൂടുന്നുണ്ട്. ഒരൊറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. മാധവി നിദ്രയ്ക്ക് നേരെ കൈയൂങ്ങിയതും നിഖിൽ തടഞ്ഞു. എൻ്റെ അമ്മേ, അവളെന്തോ തമാശ പറഞ്ഞെന്ന് വെച്ച് അമ്മയും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? മോള് ചെല്ല്, പെട്ടെന്ന് റെഡിയായി വാ. നമുക്കേ എല്ലാവർക്കും കൂടി ഇന്ന് പുറത്ത് പോകണം. എല്ലാവർക്കുള്ള ഡ്രസ്സ് എടുക്കണം, നിനക്കുള്ള സ്വർണ്ണം എടുക്കണം. നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെയും വാങ്ങിച്ചോ. എല്ലാം ഇന്ന് തന്നെ കഴിയണം കേട്ടോ. ഏട്ടന് 100 കൂട്ടം ജോലിയുണ്ട്. എല്ലാത്തിനും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഓടണ്ടേ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ. നമുക്കേ ഈ കല്യാണം അടിച്ചു പൊളിക്കണം. നിഖിൽ ആവേശത്തോടെ ഓരോന്ന് പറയുന്നത് കേട്ടതും നിദ്ര പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. അവൾ വാഷ്റൂമിൽ ചെന്ന് ഡോറടിച്ച് ലോക്കിട്ടു. അവളുടെ മനസ്സാകെ കലങ്ങി മറയുന്നുണ്ടായിരുന്നു. എടാ, അവൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ഇപ്പം ചെയ്യുക? നിദ്രയുടെ പോക്ക് നോക്കിക്കൊണ്ട് മാധവി പറഞ്ഞു. അമ്മേ, അവളെന്തോ തമാശ പറഞ്ഞതാ. അമ്മ അത് കാര്യമാക്കേണ്ട. അമ്മ, എനിക്ക് കഴിക്കാനെടുക്ക്, നല്ല വിശപ്പ്. മാധവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് നിഖിൽ വിഷയം മാറ്റി. നിഖിൽ കൈ കഴുകി നിധിയുടെ അരികിൽ വന്നിരുന്നു. നിധി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന മട്ടിൽ ഫോണിൽ കുത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിധി, ആ ഫോൺ മാറ്റിവെക്ക്, എന്നിട്ട് കഴിക്ക്. നിഖിൽ ശാസന രൂപേണ പറഞ്ഞതും അവൾ ഫോൺ മാറ്റി തന്നെ കഴിപ്പ് തുടർന്നു. രാവിലത്തെ ഭക്ഷണവും കഴിഞ്ഞ് പണികളൊക്കെ ഒതുക്കി വീടും പൊട്ടി മാധവിയും നിദ്രയും നിധിയും ഇറങ്ങി. അപ്പോഴേക്കും നിഖിൽ ഒരു കാറുമായി അങ്ങോട്ടെത്തി. വിവാഹം ആയതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് കാറ് വാടകയ്ക്ക് എടുത്തതായിരുന്നു. കാറ് കണ്ടതും നിധി ഓടിച്ചെന്ന് ഫ്രണ്ടിൽ കയറി. മാധവിയുടെ വീട്ടുമുറ്റത്ത് കാറ് വന്ന് നിർത്തുന്നത് കണ്ട് സരള മതിനരികിൽ നിന്ന് ഏന്തി വലിഞ്ഞു നോക്കി. മധു, പുതിയ കാറാണല്ലേ? സരള മതിലിനപ്പുറത്ത് നിന്നും വിളിച്ചു ചോദിച്ചു. റെന്റിനെടുത്തതാ സരു, മാധവി ചെറുചിരിയാലെ പറഞ്ഞുകൊണ്ട് മതിലിനരികിലേക്ക് നടന്നു. ഓ, റെന്റിനാണല്ലേ, ഞാനങ്ങനെ ഇല്ലാണ്ടായി, സരള പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. സരു എന്തെങ്കിലും പറഞ്ഞോ? നന്നായി എന്ന് പറയുകയായിരുന്നു. അല്ല മധു, ഇപ്പം എങ്ങോട്ടാ? സ്വർണ്ണം എടുക്കാനാവുമല്ലേ? കൊച്ചിന് എത്ര പവൻ സ്വർണം കൊടുക്കുന്നുണ്ട്? അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. എൻ്റെ കുറച്ച് പഴയ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. 10-20 പവനോളം വരും. അത് മക്കൾക്ക് 2 പേർക്കും വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഏട്ടൻ മരിച്ചത് പിന്നെ ഞാൻ അതൊന്നും അണിഞ്ഞിട്ടേ ഇല്ല. അതൊന്ന് മാറ്റിയെടുക്കണം. മധു, അതെന്തിനാ ഇപ്പം മാറ്റിയെടുക്കുന്നത്? അത് തന്നെ അങ്ങ് കൊടുത്താൽ പോരെ? അല്ലെങ്കിലും പയ്യന് നല്ല കാശുള്ള വീട്ടിലല്ലേ, അവൾക്ക് വേണ്ടതൊക്കെ വിവാഹം കഴിഞ്ഞ് അവൻ വാങ്ങിച്ചു കൊടുക്കില്ലേ? ആ സ്വർണം മധു തന്നെ കരുതി വെച്ചാൽ മധുവിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കായിരുന്നില്ലേ? അല്ലാതെ നിന്റെ മോന് ബസ് ഓടിച്ച് കിട്ടുന്നത് കൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനാ? അതൊക്കെയും ശരിയാ സരു, പക്ഷേ എങ്ങനെയാ അവളെ വെറും കൈയോടെ പറഞ്ഞേക്കുക? അതൊക്കെ മോശമല്ലേ? അമ്മേ, ഒന്ന് വരുന്നുണ്ടോ? ഇതേ സമയം വൈകി. നിഖിൽ കാറിലിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ പോട്ടെ സരു, നേരം വൈകി. ഇനിയിപ്പോൾ അത്രയല്ലേ ദിവസമുള്ളൂ. അല്ല സരു, സനീഷിനെ 2 ദിവസമായിട്ട് കാണാറില്ലല്ലോ. എന്താ അവന് പറ്റിയേ?
എന്തേലും വയ്യായിക? ഓ, അവൻ്റെ കാര്യമൊന്നും പറയണ്ട. 2 ദിവസമായിട്ട് ജോലിക്കും പോവാതെ ഒരേ ഇരിപ്പാ. തിന്നാനും കുടിക്കാനും ഒന്നും വേണ്ടതാനും. ചോദിച്ചാൽ ഒന്നും മിണ്ടണില്ല. ഈ ചെറുക്കന് എന്ത് പറ്റിയോ എന്തോ. നിങ്ങൾ ചെല്ല്, ഞാനേ മീൻ വെട്ടാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോഴാ കാറ് കണ്ടത്. എൻ്റെ മീന് മൊത്തം പൂച്ച കൊണ്ടുപോയോ എന്തോ എന്നും പറഞ്ഞ് സരള മതിലുമേൽ നിന്നും ഇറങ്ങി ഓടി. മാധവി കൂടി വണ്ടിയിൽ കയറിയതും നിഖിൽ വണ്ടി മുന്നോട്ടെടുത്തു. നിദ്രയാണെങ്കിൽ പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിട്ടുണ്ട്. മാധവി അവളുടെ കയ്യിൽ പതിയെ ഒന്ന് തലോടിയതും അവൾ അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ? മാധവി വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടിയതും അവൾ അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. നിത്യേച്ചി, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടുകാരി മാളുവിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഒരുക്കിയ ചേച്ചിയാ. അത്രയ്ക്കും പെർഫെക്റ്റ് മേക്കപ്പാണ്. മാളുവിൻ്റെ ചേച്ചിയെ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇത്ര ലേറ്റായിട്ടും ഇതൊന്ന് സെറ്റായത്. ചേച്ചിയുടെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും കൂടി 30,000 ആവും. പിന്നെ എൻ്റേതും കൂടി ആകുമ്പോൾ ഒരു 35 ആവും. ആരുടെയോ ഭാഗ്യം കൊണ്ട് അവർ വരാമെന്ന് സമ്മതിച്ചത്. നിധി എന്തോ വല്ല കാര്യം പോലെ പറഞ്ഞു. നിധി, എന്താ നീ പറയുന്നത്? മേക്കപ്പിന് മാത്രം 35,000 രൂപയോ? ഇതൊക്കെയും ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? നിഖിൽ ഒരു തരം വല്ലായ്മയോടെ പറഞ്ഞു. പിന്നല്ലാതെ ഏട്ടൻ എന്താ കരുതിയേ? വിവാഹമാകുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. മേക്കപ്പ് നന്നായില്ലെങ്കിലേ അതിൻ്റെ കുറച്ചിൽ ചേച്ചിക്ക. അല്ലെങ്കിലേ ഷോൺ ചേട്ടൻ്റെ വീട്ടുകാരുടെ മുന്നിലേ നമുക്കൊരു വിലയില്ല. എന്നാലും അത് വേണ്ടായിരുന്നു നിധി. എൻ്റെ കൂടെ +2 പഠിച്ച ശില്പ നന്നായി മേക്കപ്പ് ചെയ്യും. അവള് യൂട്യൂബ് നോക്കി പഠിച്ചതാ. അവള് മതിയായിരുന്നു. അവളാണെങ്കിലേ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നില്ലേ? അമ്മയുടെ തോളിൽ കിടന്നുകൊണ്ട് നിദ്ര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഓ, എന്നിട്ട് വേണം 1983 സിനിമയിൽ നിവിൻ പോളി ശ്രദ്ധയോട് പറഞ്ഞ പോലെ ഷോൺ ചേട്ടൻ ചേച്ചിയോട് പറയാൻ. ചേച്ചി ഇത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അതല്ല നിധി, ഏട്ടൻ്റെ കയ്യിൽ അതിന് മാത്രം പണമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, ചേച്ചിക്ക് അത്രയ്ക്ക് ദണ്ണാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. കല്യാണം കഴിഞ്ഞ് ചേച്ചി ഷോൺ ചേട്ടനോട് കുറച്ച് ക്യാഷ് വാങ്ങിച്ച് നിഖിലേട്ടന് കൊടുക്ക്. അപ്പം പിന്നെ പ്രശ്നം തീർന്നില്ലേ? ഒന്നുമില്ലേലും നമ്മുടെ അച്ഛൻ്റെ ഹൃദയം നമ്മൾ ഡാനിയൽ അങ്കിളിന് കൊടുത്തിട്ട് കാശൊന്നും വാങ്ങിച്ചില്ലല്ലോ. നിധിയുടെ പറച്ചിൽ കേട്ട് നിദ്ര തൻ്റെ അമ്മയെ ഒന്ന് നോക്കിപ്പോയി. നിധി, നിന്റെ നാക്കിൻ്റെ നീളം ഇത്തിരി കൂടുന്നുണ്ട്. മാധവി നിധിയെ ശാസിച്ചു. ഞാനിപ്പോൾ പറഞ്ഞതാ ഇപ്പോൾ കുറ്റായ. എന്താന്ന് വെച്ചാൽ ചെയ്യും. എന്തായാലും കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യണം. അതിന് ഒരു 5,000 എടുക്കാനുണ്ടാവുമോ എന്തോ. നിധി അതും പറഞ്ഞ് പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു. അവളുടെ ഇരിപ്പ് കണ്ടതും നിഖിൽ വാത്സല്യത്തോടെ അവളുടെ കയ്യിൽ പതിയെ തലോടി. അവളെ കൈ എടുത്തു മാറ്റി. അതങ്ങനെയാണ്, അവൾ എന്ത് തെറ്റ് ചെയ്താലും അവരൊക്കെ കണ്ടില്ലെന്ന് നടിക്കും. അല്ല നിധി മോളെ, 1983 നിവിൻ പോളി ശ്രദ്ധയോട് പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു? നിഖിൽ ചെറുചിരിയാളെ ചോദിച്ചു. പോയി യൂട്യൂബ് നോക്കുക, അപ്പോൾ അറിയാം എന്നും പറഞ്ഞ് അവൾ വീണ്ടും മുഖം തിരിഞ്ഞിരുന്നു. ജുവലറി ഷോപ്പിൽ മാധവി തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും സ്വർണ്ണം എടുത്ത് സെയിൽസ്മാനോട് അതിൻ്റെ വെയിറ്റ് നോക്കാൻ പറഞ്ഞു. അത് മാറ്റിയെടുക്കുകയാണെന്ന് കണ്ടതും നിദ്ര തടഞ്ഞു. ആ സ്വർണം മാറ്റിയെടുക്കേണ്ടെന്നും അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ അത് തന്നെ തന്നാൽ മതിയെന്നും നിദ്ര വാശി പിടിച്ചതും പിന്നെ മാധവി കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പിന്നീട് കല്യാണത്തിന് ധരിക്കാൻ വേണ്ടി എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. കൂട്ടത്തിൽ നിദ്രയ്ക്ക് തലേ ദിവസം രാത്രി ഇടാനുള്ളത് കൂടി എടുത്തു. പിന്നെ ചെരുപ്പ്, 2 ഓർണമെൻറ്റ്സ് എന്നും പറഞ്ഞ നിധി കടകൾ കയറി ഇറങ്ങി. പതിവ് പോലെ അന്നും ജനനി അമ്പാടി ട്രാവൽസിൽ കയറിയതായിരുന്നു. നിഖിലിന് പകരം മറ്റൊരാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് കണ്ടതും അവളുടെ മുഖം വാടി. അവൾ ടിക്കറ്റ് എടുത്ത് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലിറങ്ങി. അവിടുത്തെ ബസ് വെയിറ്റിംഗ് ഷെഡിലിരുന്ന് അഭിരാമി എന്ന് സേവ് ചെയ്തു വെച്ച നമ്പറിലേക്ക് അവൾ കോൾ ചെയ്തു. അഭിരാമി കോളേജിൻ്റെ വരാന്തയിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. നിദ്രയില്ലാത്തതുകൊണ്ട് അവൾക്ക് കോളേജിൽ ചെല്ലാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്നും അമ്മ അടിച്ചൊഴിച്ചപ്പോൾ ബാഗും എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഈ നേരത്താണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അഭിരാമി കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് അടുപ്പിച്ചു. ഹലോ ഹലോ, ഇത് അഭിരാമി അല്ലേ? അതല്ലോ, ഇതാരാ സംസാരിക്കുന്നത്? ഇത് ഞാനാ, ജനനി. ജനനിയോ? ഏത് ജനനി? എടാ, ഇന്നലെ നമ്മൾ ബസ്സിൽ വെച്ച് കണ്ടില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞില്ലേ എന്നെ സഹായിക്കാന്ന്? ഓ, നിഖിലേട്ടന് ലൈൻ വിളിക്കുന്ന ആ കുട്ടി. അല്ല ജനനി, എന്താ ഇപ്പോൾ വിളിച്ചേ? അത് പിന്നെ ഞങ്ങളെ സെറ്റാക്കാന്ന് പറഞ്ഞല്ലോ. എപ്പോഴത് നടക്കുക? എൻ്റെ ജനനി, അതങ്ങനെ പെട്ടെന്ന് നടപടിയാവുന്ന കേസല്ല. പുള്ളിക്കാരനോട് നേരിട്ട് ചെന്ന് ജനനിയുടെ കാര്യം പറയാമെന്ന് വെച്ചാ.
ആളെന്നെ ഓടിക്കും. ആളെ ഒരു കലിപ്പനാ. ആണോ? ഞാനേ ഒരു കാന്താരിയും. ഞങ്ങൾ തമ്മിൽ നല്ല മാച്ചായിരിക്കും അല്ലേ? കലിപ്പൻ്റെ കാന്താരി, ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേള്. പുള്ളിക്കാരൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ് ഈ വരുന്ന ശനിയാഴ്ച, ഇന്ന് ചൊവ്വാഴ്ച. സോ ഒരു സഹോദരൻ എന്ന നിലയിൽ ആൾ നെട്ടോട്ടോടുകയായിരിക്കും. ഇതിനിടയിൽ ഞാൻ ചെന്ന് ജനനിയുടെ പ്രേമം അവതരിപ്പിച്ച വർക്കാവില്ല എന്ന് മാത്രമല്ല, പിന്നീട് എൻ്റെ ശവദാഹായിരിക്കും നടക്കുക. അപ്പോൾ എന്ത് ചെയ്യും അഭിരാമി? പക്ഷേ വർക്കാവുന്നൊരു സംഗതിയുണ്ട്. എന്താ അത്? ജനൻ ചോദിച്ചു. നെത്തുവിൻ്റെ കൂട്ടുകാരി എന്ന നിലയിലെ നാളെ തൊട്ട് ഞാൻ ആ വീട്ടിൽ കയറി നിറങ്ങും. വേണേ താനും കൂടിക്കോ. നിത്തുവിൻ്റെ ഫ്രണ്ടാണെന്ന് അവരോടൊക്കെ പറഞ്ഞാൽ മതി. അഭി, ആരായി നിത്തു? നിത്തു നിദ്ര, ലവളാണ് കല്യാണ പെണ്ണ്, നിഖിലേട്ടൻ്റെ അനിയത്തി, തൻ്റെ ഭാവി നാത്തൂൻ. അപ്പോൾ നിത്തുവിനോട് ഞാൻ ആരാണെന്ന് പറയും? തൽക്കാലം എൻ്റെ കസിനാണെന്ന് പറയാം. പതിയെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവിടെ എത്തിയാൽ നിഖിലേട്ടനെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള ഐഡിയ ഒക്കെയും താൻ തന്നെ കണ്ടുപിടിച്ചേക്കണം. അഭിരാമി പറഞ്ഞത് കേട്ട് ജനനി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ശേഷം സമ്മതം മൂളി. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം അധിക നേരം നീണ്ടു നിന്നില്ല. ഷോപ്പിംഗ് ഒക്കെയും കഴിഞ്ഞു നിദ്രയും വീട്ടുകാരും വൈകുന്നേരത്തോടെ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് മാധവിയും നിഖിലും കല്യാണം പറയാൻ വേണ്ടി ബന്ധു വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് യാത്ര തിരിച്ചു. കാറിൽ പോകുന്നത് കൊണ്ട് നിധിയും കൂടെ ചെന്നു. വൈകുന്നേരം 6 മണിയോടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഷോൺ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു. തലേ ദിവസം രാത്രിയിൽ നിദ്രയുടെ കോൾ വന്നതിൽ പിന്നെ അവളുടെ ഒരു വിവരവും ഇല്ലായിരുന്നു. ഷോൺ തൻ്റെ ഫോൺ എടുത്ത് നിദ്രയ്ക്ക് കോൾ ചെയ്യാൻ ഒരുങ്ങി. ആ നേരത്താണ് ഡാനിയലിൻ്റെ കോൾ വരുന്നത്. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു തുടങ്ങി. ഹലോ പപ്പ. ഷോൺ, നീ ഇപ്പോൾ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. എന്താ പപ്പ? നീ നിദ്ര മോളെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചായിരുന്നോ? ഡാനിയലിൻ്റെ ചോദ്യം കേട്ട് ഷോൺ ഒരു നിമിഷം മൗനം പാലിച്ചു. ഷോൺ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ആ പറയൂ പപ്പ, കേൾക്കുന്നുണ്ട്. ഷോൺ, ആ കുട്ടി ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലേ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് നിനക്കും അറിയായിരിക്കും. നീ ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നീ തന്നെ സംസാരിച്ച് അത് സോൾവ് ചെയ്യണം. എന്നിട്ട് നീ എന്നോട് സംസാരിച്ചാൽ മതി. അത്രയും പറഞ്ഞ ഡാനിയൽ ദേഷ്യത്തോടെ കോൾ അവസാനിപ്പിച്ചു. ഷോണിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ വണ്ടി നേരെ നിദ്രയുടെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു. അവൻ്റെ കാൽ ആക്സിലറേറ്ററിൽ അമർന്നു. നിദ്ര ഹാളിലെ സെറ്റിയിൽ കിടന്നുകൊണ്ട് TV കാണുകയാണ്. സമയം 7 മണിയോട് അടുക്കുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും അമ്മയും നിഖിലും നിധിയും ആയിരിക്കുമെന്ന് കരുതി നിദ്ര TVയുടെ വോളിയം മ്യൂട്ട് ചെയ്ത് ഡോർ തുറക്കാനായി ചെന്നു. ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ഷോണിനെ കണ്ട് നിദ്ര തൻ്റെ കണ്ണ് തിരുമ്മി ഒന്നുകൂടെ അവനെ നോക്കി ഷോണാണെന്ന് ഉറപ്പിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? എന്നാൽ അവൻ്റെ പുഞ്ചിരിയോടെയുള്ള ചോദ്യം കേട്ട് അവൾ ഞെട്ടലിൽ നിന്ന് മുക്തിയായി അവനെ നോക്കി ചിരിച്ചെന്ന് വരുത്തിയ ശേഷം അകത്തേക്ക് ക്ഷണിച്ചു. ഷോൺ സെറ്റിയിലിരുന്ന് TVയിലേക്ക് നോട്ടം വായിച്ചു. TVയിൽ വിജയുടെ തെരി മൂവി പ്ലേ ആവുന്നുണ്ട്. അതിൽ വിജയുടെയും സാമിൻ്റെയും ഹഗ്ഗിങ് സീനാണ് നടക്കുന്നത്. അത് കഴിഞ്ഞുള്ള എൻജീവൻ എന്ന സോങ് വന്നതും ഷോൺ റിമോട്ട് കയ്യിൽ പിടിച്ച് മ്യൂട്ട് മാറ്റി പാട്ട് ആസ്വദിക്കുന്നുണ്ട്. നിദ്രയുടെ കണ്ണുകളും സ്ക്രീനിലുടക്കി. വിജയും സാമും കൂടിയുള്ള പുതപ്പ് സീൻ. അന്നേരം നിദ്ര അവനെ ഇടം കണ്ണിട്ട് നോക്കി. അവനാണെങ്കിൽ TVയിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുഖത്ത് ഒരേ ഒരു എക്സ്പ്രഷൻ, ഗൗരവം. ആഹാ, ബെസ്റ്റ്. ഈ പാട്ടും ഇങ്ങനത്തെ സ്ഥിരം സ്ഥായി ഭാവവും. ഈ സിനിമയിലെ വിജയെ പോലുള്ള കെട്ടിയോനെ കിട്ടാൻ ഏത് പെണ്ണും കൊതിച്ചു പോകും. പക്ഷെ തനിക്ക് കിട്ടാൻ പോകുന്നതോ തനി കാണ്ടാമൃഗം. നിദ്ര സ്വയമേ പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് ശ്രദ്ധ കൊടുത്തു. നിദ്ര വിജയ് ഫാനാണോ? അവൻ്റെ ചോദ്യം കേട്ട് നിദ്ര അതേന്ന പോലെ തലയനക്കി. അവൻ റിമോട്ട് പിടിച്ച് കാലിൽ തട്ടി താളം പിടിച്ചു പാട്ട് ആസ്വദിക്കുന്നുണ്ട്. അതെ, അമ്മയും ഏട്ടനൊന്നും ഇവിടെയില്ല, നിദ്ര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കുഴപ്പമില്ല. അത്രയും പറഞ്ഞവൻ TVയിൽ ശ്രദ്ധ കൊടുത്തു. എനിക്ക് കുടിക്കാനൊന്നും തരുന്നില്ലേ എന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടവൾ നേറിയ ഭയത്തോടെ അടുക്കളയിലോട്ട് നടന്നു. അവൻ എന്തിനായിരിക്കും ഈ നേരത്ത് വന്നത് എന്നും സ്വയം പറഞ്ഞവൻ അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് അവൾ പെട്ടെന്ന് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. അവന് നേരെ ജ്യൂസ് നീട്ടിയത് അവൻ വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കിക്കൊണ്ട് ജ്യൂസ് വാങ്ങി കുടിച്ചു. ഡോക്ടർ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഏട്ടനെ കാണാനാണേ. പോയിട്ട് നാളെ വന്നോളൂ. എനിക്ക് കാണേണ്ടത് നിന്നെയല്ലേ,
പിന്നെന്തിന് ഞാൻ നാളെ വരണം? അല്ല, നിദ്രയ്ക്ക് എന്നെ പേടിയുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവാൻ പോകുന്ന ആളല്ലേ. അതുമല്ല, ഞാൻ മറ്റേതല്ലേ. അപ്പോൾ പിന്നെ ഒരു പേടിയും വേണ്ട. അതും പറഞ്ഞ് അവൻ നിദ്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പെട്ടെന്നുള്ള ആ നീക്കത്തിൽ നിദ്രയുടെ ശ്വാസം തടഞ്ഞുപോയി. ഭയത്താൽ അവളുടെ കണ്ണുകൾ മുറുകെ അടഞ്ഞു പോയിരുന്നു. ഹൃദയം അതിവേഗം മിടിക്കുമ്പോൾ വിരലുകൾ പോലും ചെറുതായി വിറച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞ് പതുക്കെ കണ്ണു തുറന്നപ്പോൾ താനിപ്പോൾ ഷോണിൻ്റെ മടിയിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവളുടെ ശ്വാസം തന്നെ മുട്ടിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നാൽ അവൻ്റെ തീക്ഷ്ണമായ നോട്ട് അവളെ തളർത്തി. അവൾ എന്തെങ്കിലും പ്രവർത്തിക്കും മുൻപ് ഷോൺ നിദ്രയെ സോഫയിലേക്ക് കിടത്തി അവളുടെ മേലെ അമർന്നു. അവളുടെ കൈ രണ്ടും അവൻ്റെ ഇടത് കൈയാലെ ലോക്ക് ചെയ്തു വെച്ച് അവളിലേക്ക് മുഖം അടുപ്പിച്ചു. ഡോക്ടർ വിട്, അവൾ കുതറിക്കൊണ്ട് പറഞ്ഞു. നിനക്കറിയണ്ടേ ഞാൻ മറ്റേതാണോന്ന്? അറിയിച്ചു തരട്ടെ ഞാൻ. ആ വാക്കുകൾ കേട്ട നിമിഷം നിദ്രയുടെ ശ്വാസം ഒന്ന് തടഞ്ഞുപോയി. അവൻ്റെ മുഖം അത്രയും അടുത്തായതിനാൽ അവൻ്റെ ചൂടേറിയ ശ്വാസം പോലും അവളുടെ കവിളിൽ പതിയുന്നുണ്ടായിരുന്നു. ഡോക്ടറെ വിട്ട്. അവൾ വീണ്ടും കുതറാൻ ശ്രമിച്ചു. പക്ഷേ ഷോണിൻ്റെ പിടി കൂടുതൽ മുറുകി. അതിനിടയിൽ അവൻ്റെ കയ്യാൽ അവൾ ധരിച്ചിരുന്ന ഫ്രോക്കിൻ്റെ സ്ട്രാപ്പ് അവളുടെ തോളിൽ നിന്നും താഴ്ന്നു വന്നതും അവളുടെ ഹൃദയം പോലും വിറച്ചിരുന്നു. ഇടതു തോളിലെ സ്ട്രാപ്പ് പൊടുന്നതിന് അവൻ വലിച്ചു പൊട്ടിച്ചു. വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ അന്നേരത്തെ ഭാവം അവളെ പിന്നെയും തളർത്തി. അവൻ്റെ അധരങ്ങൾ അവൾക്ക് നേരെ താഴ്ന്നു വന്ന നിമിഷം അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നിരുന്നു. ഇരുവരുടെയും അധരങ്ങൾ തമ്മിലിപ്പോൾ നൂലിഴ വ്യത്യാസത്തിലാണുള്ളത്. ഡോക്ടർ വേണ്ട വേണ്ട കേട്ടോ, ഞാൻ ഒച്ച ഉണ്ടാക്കും. താൻ അത്രയും പറഞ്ഞിട്ടും അവൻ്റെ മുഖം തനിക്ക് നേരെ അടുക്കുന്നത് കണ്ട നിദ്ര ഭയത്താൽ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അല്പനേരം കഴിഞ്ഞിട്ട് അവൻ നിശബ്ദനായി തന്നെ ഇരിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ അവൾ പതുക്കെ കണ്ണു തുറന്നു. ഷോൺ അവളെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവൻ്റെ മുഖം ഇപ്പോഴും അതേ ദൂരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ആ തീക്ഷ്ണതയ്ക്കിടയിലും അവൻ്റെ കണ്ണുകളിൽ ഒരു വിചിത്രമായ മൃദുത്വം നിറഞ്ഞിരുന്നു. നിദ്രയുടെ നെഞ്ചെടുപ്പ് നിയന്ത്രണം വിട്ടതുപോലെ വേഗത്തിലായി. അവൻ്റെ നോട്ടം സഹിക്കാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും ഷോണിൻ്റെ വിരലുകൾ അവളുടെ താടിയിൽ മെല്ലെ സ്പർശിച്ച് മുഖം വീണ്ടും ഉയർത്തിച്ചു. ഇനി നിനക്ക് എന്തെങ്കിലും അറിയണോ എന്നുള്ള അവൻ്റെ സ്വരം നേർത്തതും മൃദുവായതുമായിരുന്നു. നിദ്ര മറുപടി പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അവളുടെ കണ്ണുകൾ വീണ്ടും അവൻ്റെ കണ്ണുകളിലേക്ക് പതിഞ്ഞ നിമിഷം അവൻ്റെ വിരലുകൾ അവളുടെ താടിയിൽ നിന്ന് മെല്ലെ പിൻവാങ്ങിയെങ്കിലും അവൻ അവളിൽ നിന്ന് അകന്നില്ല. ആ ചെറിയ ദൂരത്തിനുള്ളിൽ തന്നെ അവളുടെ ശ്വാസം വീണ്ടും വേഗത്തിലായി. പറ, നിനക്ക് എന്താ അറിയണ്ടേ? എൻ്റെ ആണത്തം നിനക്ക് തെളിയിച്ചു തരണോ? അവളുടെ കയ്യിലെ പിടി അയച്ചുകൊണ്ടവൻ പറഞ്ഞു. അന്നേരം അവൾ വേണ്ട എന്ന പോലെ തലയനക്കി. പിന്നെന്തിനാ പപ്പയെ വിളിച്ച് നിനക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞേ? അയ്യോ, ഞാൻ അച്ഛനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൾ സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയവേ അവൻ അതിനനുവദിക്കാതെ അവളുടെ ഇരു സൈഡിലും കൈകൊത്തി നിന്ന് അവളെ തടഞ്ഞു നിർത്തി. പിന്നെന്തിനാ പപ്പ ഇപ്പം എന്നോട് അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ ഞാൻ നിഖിലേട്ടനോട് പറഞ്ഞിരുന്നു. ചിലപ്പോൾ നിഖിലേട്ടൻ അച്ഛനോട് പറഞ്ഞതായിരിക്കും. അല്ലാതെ ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. ഓഹോ, അപ്പോൾ നിഖിലിനോട് പറഞ്ഞായിരുന്നു. എന്താ അവനോട് പറഞ്ഞേ? ഞാൻ മറ്റേതാണെന്നോ? അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ അതൊന്നും പറഞ്ഞില്ല. എനിക്ക് കല്യാണം വേണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവളത് പറഞ്ഞത് അവൻ അവളിൽ നിന്ന് അടർന്നു മാറി. അന്നേരം അവൾ തൻ്റെ ഡ്രസ്സും കൂട്ടി പിടിച്ച് സെറ്റിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവനെ കോർപ്പിച്ചു നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇമ്മാതിരി വേഷം കെട്ടി നിൽക്കരുതെന്ന്. അവൾ ധരിച്ചിരിക്കുന്ന സ്ലീവ്ലെസ് ഫ്രോക്ക് കണ്ട് അവൻ പറഞ്ഞു. അതിൻ്റെ ഒരു കൈ അവൻ വലിച്ചു പൊട്ടിച്ചിരുന്നു. ഇതെൻ്റെ വീടാ, ഇവിടെ എനിക്ക് അന്യനായിട്ട് ആരില്ല. ഇയാളെ ഇപ്പോൾ എനിക്ക് അന്യൻ. അതും പറഞ്ഞ് അവനെ തുറിച്ചു നോക്കി ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് പോവാനൊരുങ്ങിയതും അവന് തൻ്റെ കാല് നീട്ടി അവളെ തൻ്റെ മടിയിലേക്ക് വീഴ്ത്തി. അടുത്ത നിമിഷം അവളുടെ ഡ്രസ്സിൻ്റെ മറ്റേ വള്ളിക്കൈ കൂടി അവൻ പൊട്ടിച്ചു കളഞ്ഞു. നിദ്രയുടെ കണ്ണുകൾ മേഞ്ഞു വന്നു. അവൾ തൻ്റെ ഉടുപ്പ് ഊരിപ്പോവാതിരിക്കാൻ കഴുത്തിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നീ ഇതൊട്ട് നടക്കുന്നത് എങ്ങനെയെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവളുടെ കാതോരം പതിയെ ഊതിയതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ആ നേരത്താണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. നിദ്ര ഞെട്ടലോടെ അവനെ നോക്കി. തൻ്റെ ഫ്രോക്ക് താഴ്ന്നു പോകുന്നത് പൊക്കി വെച്ച് അവൻ്റെ മടിയിൽ നിന്നും
ചാടി എഴുന്നേറ്റു.